വിശദമായ വാർത്തകളിലേക്ക്. സീറ്റ് വിഭജനത്തെ ചൊല്ലി UDF-ൽ തർക്കം തുടരുന്നു. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പുമായും ജനതാദളുമായും നടത്തിയ ചർച്ചയിൽ തീരുമാനമായില്ല. വിജയസാധ്യതയുള്ള സീറ്റ് വേണമെന്ന് JDU ആവശ്യപ്പെട്ടു. പുനലൂർ, റാന്നി, അങ്കമാലി സീറ്റുകൾ വിട്ടുനൽകണമെന്ന് മാണി ഗ്രൂപ്പ് ആവശ്യപ്പെട്ടു. പരസ്യപ്രസ്താവന നടത്തിയ ജോണി നെല്ലൂരിനെ കോൺഗ്രസ് അതൃപ്തി അറിയിച്ചു. അധിക സീറ്റുകൾ ആനുപാതികമായി വീതിക്കണമെന്ന കേരള കോൺഗ്രസിന്റെ ആവശ്യം കോൺഗ്രസ് തള്ളി. പൂഞ്ഞാറും കുട്ടനാടും വെച്ചുമാറണമെന്ന ആവശ്യം മാണിയും സ്വീകരിച്ചില്ല. റാന്നി ലക്ഷ്യമിട്ട് കേരള കോൺഗ്രസ് നടത്തിയ നീക്കവും കോൺഗ്രസ് തള്ളിയതോടെയാണ് ചർച്ചകൾ വഴിമുട്ടിയത്. പൂർത്തിയായില്ല, എന്ത് പറയാനൊക്കെ ഒന്നും പറയാനില്ല. അങ്കമാലി വേണമെന്ന് പരസ്യപ്രസ്താവന നടത്തിയ ജോണി നെല്ലൂരിനെ കോൺഗ്രസ് നേതാക്കൾ അതൃപ്തി അറിയിച്ചു. അങ്കമാലി നൽകാനാവില്ലെന്ന നിലപാടും അറിയിച്ചു. ഞങ്ങൾ ചർച്ച പുരോഗമിക്കുന്നു. കായംകുളം വേണമെന്ന JDU-വിന്റെ ആവശ്യവും കോൺഗ്രസ് തള്ളി. ജയസാധ്യതയുള്ള സീറ്റുകൾ കൈമാറ്റം ചെയ്തു തരണമെന്നാണ്. അക്കാര്യത്തെ സംബന്ധിച്ചൊരു തീരുമാനമായിട്ടില്ല. ഞങ്ങൾ മത്സരിക്കുന്ന സീറ്റുകൾ കൂടുതലും വളരെ ദുർഘടം പിടിച്ച സീറ്റുകളാണ്. RSPക്ക് 5 സീറ്റ് നൽകാമെന്ന സൂചനയാണ് കോൺഗ്രസ് നേതൃത്വം നൽകിയത്. രാവിലെയും വൈകുന്നേരവുമായി ഉഭയകക്ഷി ചർച്ചകൾ തുടരും. തിരുവമ്പാടി സീറ്റിന്റെ കാര്യത്തിൽ വീണ്ടും ആലോചനയില്ലെന്ന് ET മുഹമ്മദ് ബഷീർ. സീറ്റിന്റെ കാര്യത്തിൽ അവകാശവാദം ഉന്നയിക്കുന്ന ഘടകകക്ഷികളുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്നും അദ്ദേഹം ദില്ലിയിൽ പറഞ്ഞു. തിരുവമ്പാടി സീറ്റിന്റെ കാര്യത്തിൽ യാതൊരു പുനരാലോചനയുടെയും പ്രശ്നം ഉദിക്കുന്നില്ല. അത് വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ഞങ്ങൾ ഏത് കാലഘട്ടത്തിലും ആരുമായിട്ട് ഒരസൽ പാടില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഞങ്ങൾ ഈ തിരുവമ്പാടി സീറ്റ് വേണമെന്ന് പറയുന്ന ആളുകളായിട്ടടക്കം ബന്ധപ്പെട്ട എല്ലാവരുമായിട്ടും ഞങ്ങളുടെ സ്ഥാനാർത്ഥിയും പാർട്ടി നേതൃത്വവും UDF-ഉം മൊത്തത്തിൽ അവരുമായിട്ടൊക്കെ സംസാരിക്കും. പക്ഷേ സീറ്റ് യാതൊരു കാരണവശാലും മാറില്ല. അത് കൃത്യമായിട്ട് സംഗതിയാണ്. ഇരിക്കൂരിൽ വീണ്ടും മത്സരിക്കാനുള്ള KC ജോസഫിന്റെ തീരുമാനത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ഇന്ന് മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജോസഫിനെതിരെ പോസ്റ്ററുകൾ പതിച്ചിരുന്നു. കോൺഗ്രസ് പ്രവർത്തകരാണ് പോസ്റ്റർ പതിച്ചതിന്റെ പിന്നിൽ. കഴിഞ്ഞ ദിവസവും പോസ്റ്റർ പ്രചരണം നടത്തിയിരുന്നു. ജോസഫിന്റെ കോലം കത്തിക്കുകയും ചെയ്തു. കൈരളി TV മികച്ച കർഷകർക്കായി ഏർപ്പെടുത്തിയ കതിർ അവാർഡുകൾ വിതരണം ചെയ്തു. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ മലയാളത്തിന്റെ മഹാനടനും മലയാളം കമ്മ്യൂണിക്കേഷൻസ് ചെയർമാനുമായ മമ്മൂട്ടിയാണ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത്. കൃഷി ഒരു വികാരമായി കൊണ്ടു നടക്കേണ്ട കാലമാണ് ഇതെന്ന് മമ്മൂട്ടി പറഞ്ഞു. പ്രൗഢഗംഭീരമായ വേദിയെയും സദസ്സിനെയും സാക്ഷിയാക്കിയാണ് പ്രഥമ കതിർ അവാർഡുകൾ വിതരണം ചെയ്തത്. മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടിയിൽ നിന്നും പുരസ്കാര ജേതാക്കൾ അവാർഡുകൾ ഏറ്റുവാങ്ങി. മികച്ച ജൈവ കർഷകനുള്ള പുരസ്കാരം ജോസഫ് പള്ളനും, മികച്ച കർഷകയ്ക്കുള്ള അവാർഡ് രജനി ജയദേവും, മികച്ച പരീക്ഷണാത്മക കർഷകനുള്ള അവാർഡ് PT ആന്റണിയും ഏറ്റുവാങ്ങി. IT കമ്പനികൾ നൽകുന്നതിനേക്കാൾ തൊഴിലവസരങ്ങൾ കൃഷിയിടങ്ങൾ നൽകുമെന്ന് പുരസ്കാരദാനം നിർവഹിച്ച് പത്മശ്രീ ഭരത് മമ്മൂട്ടി പറഞ്ഞു. കൃഷി ഒരു വികാരമായി കൊണ്ടു നടക്കേണ്ട കാലമാണിതെന്നും മമ്മൂട്ടി പറഞ്ഞു. മനുഷ്യന് ചെയ്യാവുന്ന ജോലി നമുക്ക് ഹ്യൂമൻ പവർ വെച്ച് ചെയ്യാവുന്ന ജോലി കൂടുതലും ഈ കൃഷി പാടത്താണ്. അപ്പോൾ കൃഷി നമുക്ക് ഒരു വികാരമായിട്ട് തിരിച്ചു വരേണ്ടിയിരുന്നു. കൃഷിക്കാരൻ എന്ന് പറയുന്ന ഒരു അഭിമാനമായിട്ട് കാണുന്ന ഒരു കാലം വരണം. ചലച്ചിത്ര താരവും പൊക്കാളി കർഷകനുമായ സലീം കുമാർ ചടങ്ങിൽ മുഖ്യാതിഥിയായി. തന്റെ കൃഷി അനുഭവങ്ങൾ വിവരിച്ച് സലീം കുമാർ സദസ്സിനെ കയ്യിലെടുത്തു. ജൈവ വള സംരക്ഷണങ്ങളൊക്കെ ജൈവവളം കൃഷി രീതിയിലേക്കൊക്കെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് പൊക്കാളി എന്ന് പറയുന്ന നെല്ലിൻ്റെ പ്രത്യേകത എന്താണെന്ന് ഞാൻ പറയേണ്ടതില്ല. തനി പ്രകൃതി നേരിട്ട് ഇടപെടുന്ന ഒരു കൃഷി രീതിയാണ് പൊക്കാളി. നിങ്ങൾ തീർച്ചയായിട്ടും പൊക്കാളി എന്ന കൃഷിയെ സ്നേഹിക്കേണ്ടതുണ്ട്. കൃഷിയിൽ നിന്നും മലയാളി അകലുന്നു എന്ന സന്ദേഹമാണ് കതിർ അവാർഡ് എന്ന ചിന്തയ്ക്ക് പിന്നിലെന്ന് ചടങ്ങിൽ അധ്യക്ഷനായിരുന്ന മലയാളം കമ്മ്യൂണിക്കേഷൻസ് MD ജോൺ ബ്രിട്ടാസ് പറഞ്ഞു. പക്ഷേ ആ കൃഷിയിൽ നിന്ന് മലയാളി അല്ലെങ്കിൽ നമ്മൾ അകന്നു തുടങ്ങിയോ എന്നുള്ള ഒരു സന്ദേഹം ആരംഭിക്കുന്ന ഘട്ടത്തിലാണ് ഞങ്ങളും അതുപോലുള്ള മറ്റു മാധ്യമങ്ങളും ഇത്തരമൊരു ദൗത്യവുമായിട്ട് ഈ ഒരു അവാർഡ് പരിപാടിയിൽ ഭാഗവാക്കാകാൻ തീരുമാനിച്ചത്. മുൻ MP P രാജീവ്, മേയർ സൗമിനി ജെയിൻ, ജൂറി അംഗങ്ങളായ ഡോക്ടർ KR വിശ്വംഭരൻ,
ഡോക്ടർ പി അഹമ്മദ്, പി സിദ്ധാർത്ഥ മേനോൻ, ഡയറക്ടർമാരായ TR അജയൻ, CK കരുണാകരൻ, MM മോനായി തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. അടുത്തിടെ അന്തരിച്ച ചലച്ചിത്ര താരം കലാഭവൻ മണിക്ക് ചടങ്ങ് ആദരാഞ്ജലി അർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിൽ സർക്കാർ വീണ്ടും വെള്ളം ചേർത്തു. നെൽവയൽ നികത്തിയത് ക്രമവൽക്കരിക്കാൻ സമയം നീട്ടി നൽകി സർക്കാർ ഉത്തരവിറക്കി. 3 മാസത്തേക്ക് കൂടിയാണ് അപേക്ഷ സമർപ്പിക്കാനുള്ള സമയം നീട്ടി നൽകിയത്. വൻകിട ഫ്ളാറ്റ് മാഫിയകളെയും റിയൽ എസ്റ്റേറ്റ് ലോബികളെയും സഹായിക്കാനാണ് സർക്കാരിന്റെ നീക്കം. ഉത്തരവിന്റെ പകർപ്പ് പീപ്പിൾ പുറത്തുവിട്ടു. 2008 മുൻപ് നികത്തപ്പെട്ട വയലുകൾ ന്യായവിലയുടെ 25% തുക ഫീസായി അടച്ചാൽ ക്രമവൽക്കരിക്കാമെന്ന് 2015 നവംബറിൽ സർക്കാർ ഉത്തരവിറക്കിയിരുന്നു. 2016 ഫെബ്രുവരി 27 വരെയായിരുന്നു ഇതിനുള്ള സമയം. നിലം രൂപാന്തരപ്പെടുത്താൻ പാടില്ലെന്ന 2014 സുപ്രീംകോടതി ഉത്തരവ് മറികടന്നാണ് സർക്കാർ നീക്കം. സുപ്രീംകോടതി ഉത്തരവ് മറികടക്കാൻ അപേക്ഷകരിൽ നിന്ന് നിലം എന്നത് രേഖകളിൽ മാറ്റാനാവില്ലെന്ന് എഴുതി വാങ്ങുകയും ചെയ്യും. അതേസമയം ഭൂമി പുരയിടത്തിന് സമാനമായി ഉപയോഗിക്കാൻ കഴിയുകയും ചെയ്യും. സർക്കാർ ഉത്തരവ് വൻകിട ഫ്ളാറ്റ് ലോബികൾക്കും ഭൂമാഫിയകൾക്കും ഒത്താശ ചെയ്തുള്ളതാണെന്ന് വ്യക്തമാവുകയാണ്. ഉത്തരവിറങ്ങി 3 മാസം പിന്നിടുമ്പോൾ ഓരോ ജില്ലയിലും 7000 മുതൽ 10000 വരെ അപേക്ഷകളാണ് കളക്ടറേറ്റുകളിൽ ലഭിച്ചിരിക്കുന്നത്. ഉത്തരവിന്റെ മറവിൽ ആയിരക്കണക്കിന് ഏക്കർ ഭൂമിയാണ് ഇപ്പോൾ നികത്തപ്പെടുകയും ചെയ്യുന്നത്. പ്രസ്തുത ഭൂമി 2008 മുൻപ് നികത്തിയതാണെന്ന പേരിൽ അപേക്ഷ നൽകി സാധൂകരിക്കാനുള്ള നീക്കവും തകൃതിയാണ്. സാധാരണ കർഷകരെ സംബന്ധിച്ച് 2008 മുൻപ് നികത്തിയ ഭൂമിയാണെങ്കിലും ന്യായവിലയുടെ 25% നൽകി ക്രമപ്പെടുത്താൻ കഴിയില്ലെന്നിരിക്കെയാണ് സർക്കാർ ഉത്തരവ് ചോദ്യചിഹ്നമാകുന്നത്. KG ദിനകർ, തിരുവനന്തപുരം. നെല്ലിയാമ്പതി കരുണ എസ്റ്റേറ്റിന്റെ കരം സ്വീകരിക്കാനുള്ള വിവാദ ഉത്തരവ് സർക്കാർ പിൻവലിക്കില്ല. ഉത്തരവിൽ അപാകതയുണ്ടോ എന്ന് AGയോട് നിയമോപദേശം തേടാൻ മുഖ്യമന്ത്രിയുടെയും റവന്യൂ മന്ത്രിയുടെയും സാന്നിധ്യത്തിൽ ചേർന്ന ഉന്നതതല യോഗം തീരുമാനിച്ചു. ഉത്തരവ് പിൻവലിക്കണമെന്ന VM സുധീരന്റെ നിർദ്ദേശം തള്ളിയാണ് സർക്കാരിന്റെ തീരുമാനം. എന്നാൽ സർക്കാർ തീരുമാനം അംഗീകരിക്കില്ലെന്ന് VM സുധീരൻ വ്യക്തമാക്കി. ഇക്കാര്യം സുധീരൻ മുഖ്യമന്ത്രിയെയും റവന്യൂ മന്ത്രിയെയും അറിയിച്ചു. നെല്ലിയാമ്പതി കരുണ എസ്റ്റേറ്റിന് ഭൂനികുതി അടക്കാൻ അനുമതി നൽകുന്ന ഉത്തരവിൽ സർക്കാർ ഉറച്ചു നിൽക്കുകയാണ്. ഉത്തരവ് വിവാദമായതിനെ തുടർന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെയും റവന്യൂ മന്ത്രി അടൂർ പ്രകാശിന്റെയും നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗം ഉത്തരവ് പിൻവലിക്കേണ്ടെന്ന് തീരുമാനിച്ചു. ഉത്തരവിൽ അപാകതയുണ്ടോ എന്നത് സംബന്ധിച്ച് അഡ്വക്കേറ്റ് ജനറലിനോട് നിയമോപദേശം തേടിയതായും അടൂർ പ്രകാശ് പറഞ്ഞു. ഇറക്കിയിട്ടുള്ള ഉത്തരവിൽ എന്തെങ്കിലും അവ്യക്തതയുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി AGയുടെ ഒപ്പീനിയൻ വാങ്ങിക്കൊണ്ട് അടുത്ത ക്യാബിനറ്റിൽ ഇതെന്തു വേണം എന്നതിനെക്കുറിച്ച് തീരുമാനിക്കുന്നതാണ്. റിപ്പോർട്ടുകളെല്ലാം പരിശോധന നടത്തും. ആ റിപ്പോർട്ട് ശരിയോ തെറ്റോ എന്ന് ഗവൺമെൻറ്റാണ് തീരുമാനിക്കേണ്ടത്. അതല്ലാതെ ഒരു കളക്ടർ റിപ്പോർട്ട് തന്നാൽ അപ്പാടെ സ്വീകരിക്കണം എന്ന നിബന്ധനകളില്ല. കരുണ എസ്റ്റേറ്റിന്റെ ഉടമസ്ഥാവകാശ രേഖകൾ പരിശോധിച്ച ശേഷം സർക്കാർ ഭൂമി അല്ലെങ്കിൽ മാത്രം നികുതി സ്വീകരിച്ചാൽ മതിയെന്ന് ഉത്തരവിലെ 3, 5 ഖണ്ഡികകളിൽ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഉത്തരവ് പിൻവലിക്കണമെന്ന KPCC അധ്യക്ഷൻ VM സുധീരന്റെ നിർദ്ദേശം തള്ളിയാണ് നികുതി സ്വീകരിക്കാമെന്ന നിലപാടുമായി സർക്കാർ മുന്നോട്ടു പോകുന്നത്. ഇതിനെതിരെ സുധീരൻ വീണ്ടും രംഗത്തെത്തി. ഉന്നതതല യോഗത്തിലെ തീരുമാനം തൃപ്തികരമല്ലെന്ന് പ്രസ്താവനയിൽ വ്യക്തമാക്കിയ സുധീരൻ ഇക്കാര്യം മുഖ്യമന്ത്രിയെയും റവന്യൂ മന്ത്രിയെയും അറിയിച്ചു. 2014 എസ്റ്റേറ്റ് സർക്കാർ ഭൂമിയാണെന്നും അത് തിരിച്ചുപിടിക്കണമെന്നും റവന്യൂ വകുപ്പ് റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതിനെതിരെ പോപ്സ് ഗ്രൂപ്പ് നൽകിയ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. ഈ സാഹചര്യത്തിലും നികുതി സ്വീകരിക്കാനുള്ള ഉത്തരവിൽ സർക്കാർ ഉറച്ചുനിൽക്കുന്നത് സർക്കാരും KPCCയും തമ്മിലുള്ള ശീതയുദ്ധത്തിന് ആക്കം കൂട്ടും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. PC ജോർജിനെ അയോഗ്യനാക്കിയ സ്പീക്കറുടെ നടപടി ഹൈക്കോടതി റദ്ദാക്കി. ജോർജിന്റെ രാജിക്കാര്യത്തിൽ നിയമാനുസൃത നടപടി സ്വീകരിക്കണമെന്നും കോടതി വ്യക്തമാക്കി. അതേസമയം ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ താനിപ്പോൾ MLA ആയെന്നും നിയമസഭാ സെക്രട്ടറിയെ പുറത്താക്കണമെന്നും സ്പീക്കർ രാജിവെക്കണമെന്നും PC ജോർജ് ആവശ്യപ്പെട്ടു. നിയമസഭാ സാമാജികൻ രാജിക്കത്ത് സമർപ്പിച്ചാൽ പിന്നീട് കൂറുമാറ്റ നിരോധന നിയമപ്രകാരം സ്പീക്കർക്ക് നടപടി സ്വീകരിക്കാൻ അധികാരമില്ലെന്ന് വ്യക്തമാക്കിയാണ് കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത്. അയോഗ്യനാക്കിയ നടപടി ചോദ്യം ചെയ്ത് PC ജോർജ് സമർപ്പിച്ച ഹർജിയിലാണ് ജസ്റ്റിസ് C ചിദംബരേഷിന്റെ ഉത്തരവ്. സ്പീക്കറുടെ നടപടി തന്റെ രാഷ്ട്രീയ ഭാവിക്ക് കളങ്കം ചാർത്തുന്നതാണെന്ന് വാദത്തിനിടെ ജോർജ് ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് ജോർജിനെ അയോഗ്യനാക്കിയ നടപടി ഹൈക്കോടതി റദ്ദാക്കിയത്. ജോർജിന്റെ ഭാഗം കേൾക്കാതെയുള്ള സ്പീക്കറുടെ നടപടി അനുചിതവും അനാവസ്യത്തിലുമുള്ളതാണെന്ന് കോടതി വ്യക്തമാക്കി. അതിനിടെ ഉമ്മൻചാണ്ടിയും KM മാണിയും നൽകിയ നിർദ്ദേശപ്രകാരമുള്ള സ്പീക്കറുടെ ഏകപക്ഷീയമായ നടപടിക്കേറ്റ തിരിച്ചടിയാണ് കോടതി ഉത്തരവെന്ന് PC ജോർജ് പ്രതികരിച്ചു. ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ സ്പീക്കർ സ്ഥാനം ഒഴിയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഞാൻ രാജിക്കത്ത് കൊടുത്തതാണ്. ആ രാജിക്കത്ത് സ്വീകരിക്കേണ്ട നിയമം അനുസരിച്ച് സ്വീകരിച്ചേ മതിയാവും. അത് സ്വീകരിച്ചോ ഇല്ലയോ എന്ന് എന്നോട് പറഞ്ഞില്ല. 13-ാം തീയതി ഏറ്റവും വിധി പ്രഖ്യാപിക്കാമെന്ന് രാജിക്കത്ത് പറ്റി മിണ്ടാതെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പിൽ ചെന്നപ്പം ഈ സ്പീക്കർക്ക് വേണ്ടി കൊടുത്ത സത്യവാങ്മൂലത്തിൽ
എന്റെ രാജിക്കത്ത് റിജക്റ്റ് ചെയ്തു എന്നും പറഞ്ഞ് കള്ള സത്യവാങ്മൂലം കൊടുത്തിരിക്കുക. ഇപ്പൊ വന്നിരിക്കുന്നത് സ്പീക്കറുടെ വിധി വന്നതോടുകൂടി ഇപ്പൊ എന്റെ രാജിക്കത്തുമില്ല, ഞാനിപ്പോ MLA ആ. ജോർജിന്റെ രാജിക്കത്തിൽ നിയമാനുസൃത നടപടി സ്വീകരിക്കാൻ സ്പീക്കർക്ക് കോടതി നിർദ്ദേശം നൽകി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഇടുക്കി ADMനെ തടഞ്ഞ സംഭവത്തിൽ ES ബിജിമോൾ MLAയെ അറസ്റ്റ് ചെയ്യേണ്ടതില്ലെന്ന പോലീസ് റിപ്പോർട്ട് ഹൈക്കോടതി തള്ളി. ചോദ്യം ചെയ്ത ശേഷം ബിജിമോളെ വിട്ടയച്ച നടപടി ശരിയായില്ലെന്ന് കോടതി വ്യക്തമാക്കി. സെഷൻസ് കോടതിയിൽ വിചാരണ ചെയ്യേണ്ട കുറ്റാരോപണമാണ് ഉയർന്നത്. ഈ സാഹചര്യത്തിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് കോടതി DGPയോട് നിർദ്ദേശിച്ചു. രാജ്യത്ത് സംവരണം അട്ടിമറിക്കാനുള്ള ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമാണ് RSSന്റെ പുതിയ പ്രഖ്യാപനമെന്ന് പിണറായി വിജയൻ. സംവരണം പുനഃപരിശോധിക്കാൻ RSS കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടത് ആ സംഘടനയുടെ സംവരണ വിരുദ്ധ നയത്തിന്റെ തുടർച്ചയാണ്. സംവരണം ഇല്ലാതാക്കി ദളിത് പിന്നോക്ക വിഭാഗങ്ങൾക്കുള്ള പരിമിതമായ അവസരം തട്ടിയെടുക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് ഇത്. നിലവിലുള്ള സംവരണം തുടരുകയും മുന്നോക്ക വിഭാഗങ്ങളിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്നവർക്ക് കൂടി നിശ്ചിത ശതമാനം സംവരണം ഉറപ്പാക്കാൻ ഭരണഘടന ഭേദഗതി ചെയ്യുകയും വേണമെന്നും പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. RSSനെ ISുമായി താരതമ്യം ചെയ്തെന്ന ആരോപണം തെറ്റെന്ന വിശദീകരണവുമായി ഗുലാം നബി ആസാദ് രാജ്യസഭയിൽ. മുസ്ലിങ്ങൾ RSSനെ എതിർക്കുന്നതിന് സമാനമായ രീതിയിൽ ISനെയും എതിർക്കണമെന്നാണ് പ്രസംഗിച്ചതെന്ന് ഗുലാം നബി ആസാദ് വ്യക്തമാക്കി. RSSനെയും ISനെയും താരതമ്യം ചെയ്ത ഗുലാം നബി ആസാദ് മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ട് BJP അംഗങ്ങൾ രാജ്യസഭയിൽ പ്രതിഷേധം ഉയർത്തിയതിനെ തുടർന്നാണ് വിശദീകരണവുമായി അദ്ദേഹം രംഗത്ത് വന്നത്. പ്രസംഗത്തിന്റെ CD-യും ഗുലാം നബി സഭയിൽ വെച്ചു. പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് കോഴക്കുരുക്കിൽ. സംസ്ഥാന മന്ത്രിമാരും MPമാരും ഉൾപ്പെടെ 1 ഡസനോളം നേതാക്കൾ കോഴ വാങ്ങുന്നതിന്റെ ഒളിക്യാമറ ദൃശ്യങ്ങൾ പുറത്തായി. മുൻ റെയിൽവേ മന്ത്രി മുകുൾ റോയ്, സംസ്ഥാന മന്ത്രിമാരായ സുബ്രത മുഖർജി, ഫിർഹാദ് ഹക്കീം തുടങ്ങിയവർ കോഴ വാങ്ങുന്നതിന്റെ ഒളിക്യാമറ ദൃശ്യങ്ങൾ narada.com എന്ന ഓൺലൈൻ പോർട്ടലാണ് പുറത്തുവിട്ടത്. ഇംപെക്സ് കൺസൾട്ടൻസി എന്ന പേരിൽ തുടങ്ങുന്ന കമ്പനിക്ക് സഹായം ആവശ്യപ്പെട്ടാണ് narada.com സംഘം നേതാക്കളെ സമീപിച്ചത്. കോഴ നൽകിയാൽ എന്ത് സഹായവും ചെയ്യാൻ തയ്യാറാണെന്ന് നേതാക്കൾ. 20 ലക്ഷം രൂപ നൽകാൻ തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ ഓഫീസിൽ ഏൽപ്പിക്കാനാണ് മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ അടുത്ത അനുയായിയും മുൻ റെയിൽവേ മന്ത്രിയുമായ മുകുൾ റോയ് നിർദ്ദേശം നൽകിയത്. ഓഫീസിലേക്ക് പോകേണ്ട വഴി കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട്. മമതയുടെ മറ്റൊരു അനുയായി ഗ്രാമവികസന മന്ത്രി സുബ്രത മുഖർജി പണം നേരിട്ടു തന്നെ കൈപ്പറ്റി. നഗരവികസന മന്ത്രി ഫിർഹാദ് ഹക്കീം ചെറിയ തുക കൈപ്പറ്റാനില്ല എന്ന മുഖവുരയോടെ 5 ലക്ഷം വാങ്ങി. മുൻ കേന്ദ്രമന്ത്രിയും നിലവിൽ MPയുമായ സുൽത്താൻ അഹമ്മദ് 5 ലക്ഷം കോഴ കൈപ്പറ്റിയതിനു ശേഷം ചിലവ് കൂടുതലുണ്ടെന്നും കൂടുതൽ പണം ഉണ്ടെങ്കിൽ നൽകണമെന്നും ആവശ്യപ്പെടുന്നതും ദൃശ്യങ്ങളിലുണ്ട്. മമതാ ബാനർജി കഴിഞ്ഞാൽ തൃണമൂലിന്റെ വനിതാ മുഖവും MPയുമായ കഗോലി ഘോഷ്, കൊൽക്കത്ത മേയറും മമതയുടെ ബന്ധുവുമായ സോവൻ ചാറ്റർജി, മുൻ മന്ത്രി മദൻ മിത്ര, യുവജന വിഭാഗം നേതാവ് കരൺ ശർമ്മ, നിയമസഭാംഗം ഇക്ബാൽ അഹമ്മദ് തുടങ്ങിയ നേതാക്കളാണ് narada.comന്റെ സ്റ്റിംഗ് ഓപ്പറേഷനിൽ കുടുങ്ങിയത്. കോഴയായി നൽകിയ പണം കൃത്യമായ കണക്കുള്ളതാണെന്നും പ്രവാസി സുഹൃത്തുക്കളിൽ നിന്നും സമാഹരിച്ചതാണെന്നും narada.com എഡിറ്റർ മാത്യു സാമുവൽ പറഞ്ഞു. ഇതിനു പിന്നിൽ രാഷ്ട്രീയമില്ല. എന്റെ ഫോണും എല്ലാം നോക്കാൻ ഞാൻ ഏതെങ്കിലും പൊളിറ്റിക്കൽ ലീഡേഴ്സുമായിട്ട് കണക്റ്റഡ് ആണോ എന്ന് ഇവർക്ക് ആരുമായിട്ട് എനിക്ക് ആക്സസ് ഉണ്ടോ എന്ന്. തിരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്ന തൃണമൂൽ കോൺഗ്രസിന് ശാരദ ചിട്ടി തട്ടിപ്പിന് പിന്നാലെ ഇപ്പോൾ പുറത്തു വന്ന ദൃശ്യങ്ങളും കനത്ത തിരിച്ചടിയാകും. ന്യൂസ് ബ്യൂറോ, ദില്ലി. വിജയ് മല്യയ്ക്ക് പിന്തുണയുമായി വീണ്ടും കേന്ദ്ര സർക്കാർ. സുപ്രീംകോടതി മുൻപാകെ വിജയ് മല്യ നേരിട്ട് ഹാജരാകേണ്ടതില്ലെന്ന് അറ്റോർണി ജനറൽ. മല്യയ്ക്ക് വേണ്ടി അഭിഭാഷകൻ ഹാജരായാൽ മതിയെന്നും AG വ്യക്തമാക്കി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കിങ്ഫിഷർ മുൻ മുഖ്യ സാമ്പത്തിക തലവനെ ചോദ്യം ചെയ്തു. അതേസമയം മല്യയ്ക്കെതിരായ ഹൈദരാബാദ് കോടതിയുടെ അറസ്റ്റ് വാറണ്ട് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് അഭിഭാഷകൻ ഹൈക്കോടതിയെ സമീപിക്കും. 900 കോടി രൂപ വായ്പാ കുടിശ്ശിക വരുത്തിയ വിജയ് മല്യ സുപ്രീം കോടതി മുമ്പാകെ നേരിട്ട് ഹാജരാകേണ്ടതില്ലെന്നാണ് അറ്റോർണി ജനറൽ വ്യക്തമാക്കിയത്. ലണ്ടനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ മുഖാന്തരവും രാജ്യസഭാ MP ഔദ്യോഗിക മെയിൽ വഴിയും മല്യയ്ക്ക് സുപ്രീം കോടതി നോട്ടീസ് അയച്ചിരുന്നു. എന്നാൽ ഇത് സാധാരണ നടപടിക്രമമാണെന്നും മല്യയ്ക്ക് പകരം കോടതിയിൽ അഭിഭാഷകൻ ഹാജരായാൽ മതിയെന്നും മുകുൾ റോത്തക്കി വ്യക്തമാക്കി. അതേസമയം മല്യയ്ക്കെതിരെ ജാമ്യമില്ലാ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ച ഹൈദരാബാദ് കോടതി നടപടിക്കെതിരെ മല്യയുടെ അഭിഭാഷകൻ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള നടപടി തുടങ്ങി. ഇന്ത്യയിലേക്ക് മല്യ ഇപ്പോൾ മടങ്ങിയെത്തേണ്ട സാഹചര്യമില്ലെന്നും അഭിഭാഷകൻ G അശോക് റെഡ്ഡി വ്യക്തമാക്കി. ഹൈദരാബാദ് ഇന്റർനാഷണൽ എയർപോർട്ടിനെ വണ്ടിച്ചെക്ക് നൽകി കബളിപ്പിച്ച കേസിലാണ് 13-നകം മല്യയെ ഹാജരാക്കാൻ പോലീസിനോട് കോടതി നിർദ്ദേശിച്ചിരുന്നത്. കിങ്ഫിഷർ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുഖ്യ സാമ്പത്തിക തലവൻ A രഘുനാഥിനെ ചോദ്യം ചെയ്തു. സുപ്രധാനമായ ചില രേഖകളും എൻഫോഴ്സ്മെന്റ് പിടിച്ചെടുത്തതായാണ് സൂചന. ന്യൂസ് ബ്യൂറോ, ദില്ലി.
ഉയർന്ന ജാതിക്കാരിയെ പ്രണയിച്ച് വിവാഹം കഴിച്ചതിന്റെ പേരിൽ യുവാവിനെ നടുറോഡിൽ വെട്ടിക്കൊന്നു. ഗുരുതരമായി പരിക്കേറ്റ ഭാര്യ ആശുപത്രിയിലാണ്. തമിഴ്നാട് കുമാരലിംഗം സ്വദേശിയാണ് മരിച്ചത്. വീട്ടുകാരുടെ എതിർപ്പ് അവഗണിച്ച് വിവാഹിതരായ കുറ്റത്തിനാണ് പട്ടാപ്പകൽ യുവാവിനെ 3 അംഗ സംഘം നടുറോഡിലിട്ട് വെട്ടിക്കൊലപ്പെടുത്തിയത്. തമിഴ്നാട് കുമാരലിംഗം സ്വദേശി ശങ്കറിനെയാണ് ഭാര്യയുമൊത്ത് ഷോപ്പിംഗ് ചെയ്ത് മടങ്ങവേ ഉദുമലപ്പേട്ട ബസ് സ്റ്റാൻഡിന് സമീപം വെച്ച് കൊലപ്പെടുത്തിയത്. ഗുരുതരമായി പരിക്കേറ്റ ശങ്കറിന്റെ ഭാര്യ കൗസല്യ ആശുപത്രിയിലാണ്. സംഭവവുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ പീപ്പിളിന് ലഭിച്ചു. കടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങി മടങ്ങുന്ന ദമ്പതികളെ ബൈക്കിലെത്തിയ 3 അംഗ സംഘം തടഞ്ഞു നിർത്തി തലങ്ങും വിലങ്ങും വെട്ടുന്ന ദൃശ്യങ്ങളാണ് പീപ്പിൾ പുറത്തുവിട്ടത്. സംഭവം നടന്ന സ്ഥലത്തെ സുരക്ഷാ ക്യാമറയിൽ നിന്നും ലഭിച്ചതാണ് ദൃശ്യങ്ങൾ. വെട്ടേറ്റ നിലത്ത് വീണ ശങ്കറിനെ നിലത്തിട്ട് വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നു. ആദ്യ വെട്ട് കിട്ടിയ ശേഷം ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച കൗസല്യയെ പിന്തുടർന്നാണ് പ്രതികൾ വെട്ടിവീഴ്ത്തുന്നത്. സംഭവത്തിൽ 100 കണക്കിന് ആളുകൾ ദൃക്സാക്ഷിയായിട്ടുമുണ്ട്. സംഭവത്തിന് ശേഷം പ്രതികൾ ബൈക്കിൽ രക്ഷപ്പെടുന്നതും ദൃശ്യങ്ങളിലുണ്ട്. കൊല്ലപ്പെട്ട ശങ്കർ പൊള്ളാച്ചി എഞ്ചിനീയറിംഗ് കോളേജിലെ 3ാം വർഷ വിദ്യാർത്ഥിയാണ്. 8 മാസങ്ങൾക്ക് മുൻപാണ് ശങ്കറും കൗസല്യയുമായുള്ള പ്രണയവിവാഹം നടന്നത്. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.